കർണാടകയിൽ നിന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വീണ്ടും വന്നിരിക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ എങ്ങനെയും തകർക്കുക എന്നുള്ള ബി.ജെ.പിയുടെ പല അജണ്ടകളും തകർന്നു വീണതോടെ തങ്ങളുടെ കയ്യിലെ പരീക്ഷിച്ചു വിജയിച്ച മറ്റൊരു ശ്രമമാണ് ബി.ജെ.പി ഇപ്പോൾ പുറത്തെടുത്തത്. എന്നാൽ പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ മല്ലികാർജുൻ ഖാർഗെയുടെ കോൺഗ്രസ് എന്ന് ബി.ജെ.പി മറന്നുപോയി. പൈസ എറിഞ്ഞ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം പാളി എന്ന് തന്നെ പറയാം. ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ MLA ആണ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി.ജെ.പി ഓപ്പറേഷൻ താമര നടത്തുകയാണെന്ന വിവരം കർണാടകയിലെ മാണ്ഡ്യയിൽ നിന്നുള്ള കോൺഗ്രസ് MLA ആയ രവികുമാർ ഗൗഡയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസ് MLA മാർക്ക് 100 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഒരു MLA-യും ബി.ജെ.പിയുടെ കെടിയിൽ വീഴില്ല. മുഖ്യമന്ത്രി ശക്തനായി തുടരും. ബി.ജെ.പിക്കാർ 50 കോടി വാഗ്ദാനം ചെയ്തിരുന്നത് 100 കോടിയായി ഉയർത്തിയെന്നും ഗൗഡ പറയുന്നുണ്ട്. അതോടെയാണ് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. 50 MLA-മാരെ വിലക്കെടുക്കുവാനാണ് ബി.ജെ.പി ആഗ്രഹിക്കുന്നത്. തങ്ങൾ തെളിവുകൾ ശേഖരിക്കുകയാണ്. തങ്ങൾ അത് ED, CBI എന്നിവയ്ക്ക് നൽകും. ഈ ഓഫറുമായി തന്നെ വിളിച്ചയാളുടെ ഓഡിയോ തൻ്റെ പക്കലുണ്ട് എന്നതാണ് രവികുമാർ ഗൗഡയുടെ വെളിപ്പെടുത്തൽ. ഇതോടെ സിദ്ധരാമയ്യക്കെതിരായ ഗൂഢാലോചനകൾ ഏതറ്റം വരെ എത്തി നിൽക്കുന്നു എന്നുള്ള വിവരണങ്ങളാണ് പുറത്തുവരുന്നത്. മുമ്പ് ഇതുപോലുള്ള ഓഫറുകൾ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അന്നും ഇത് ഫലം കണ്ടില്ല. പിന്നെയാണ് ചില ആരോപണങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ട് സർക്കാരിനെ വീഴ്ത്താൻ ബി.ജെ.പി ശ്രമിച്ചത്. അതും 8 നിലയിൽ തകർന്നപ്പോൾ ഇപ്പോൾ വീണ്ടും പൈസ ഇറക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാണ് DK ശിവകുമാറും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയം ഇപ്പോൾ ഉയർന്നതോടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തൊട്ടടുത്ത സംസ്ഥാനമായ മഹാരാഷ്ട്രയെ അത് സ്വാധീനിച്ചേക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിച്ച് ശീലമുള്ള പാർട്ടിയാണ് ബി.ജെ.പി. മഹാരാഷ്ട്ര ഒരിക്കൽ അത് അനുഭവിച്ചതാണ്. ഭരണം പിടിക്കാൻ ബി.ജെ.പി വീണ്ടും അത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പറയുന്നത്. എന്തായാലും ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയും പിന്തുണച്ച് നടന്ന പ്രതിഷേധത്തിന്റെ അതേ മാതൃകയിൽ കോൺഗ്രസും അതുപോലെ സഖ്യകക്ഷികളും ബാംഗ്ലൂരുവിൽ സംയുക്ത പ്രതിഷേധം നടത്തിയേക്കുമെന്നും പറയുന്നുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരായ ബി.ജെ.പിയുടെ ഗൂഢാലോചന കോൺഗ്രസ് തുറന്നു കാട്ടുമെന്നാണ് നേതാക്കൾ പറയുന്നത്.